നീണ്ട 5 വർഷത്തിനു ശേഷം മലയാളിയായ ആ പ്രൊഫസർക്ക് ജാമ്യം ലഭിച്ചു. ആരായിരുന്നു? മലപ്പുറം സ്വദേശിയായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഹാനി ബാബു. എന്തായിരുന്നു അദ്ദേഹത്തിനു മേൽ ചുമത്തിയ ഭീമ കൊറേഗാവ് കേസ്? പരിശോധിക്കാം. ആരാണ് ഹാനി ബാബു? മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിൽ MD കുഞ്ഞഹമ്മദിന്റെയും ഫാത്തിമയുടെ മകനായി ജനിച്ച ഹാനി കേരളവർമ്മ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 1989 ബിരുദം നേടിയത്. 1991 ബിരുദാനന്തര ബിരുദവും 1998 ഹൈദരാബാദിലെ ഇഫ്ലുവിൽ നിന്നും PhD നേടി. 2002 മുതൽ 2007 വരെ ഇഫ്ലുവിൽ അധ്യാപകനായും ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്യാനായിരുന്നു അത്. ഭാഷാ വ്യവസ്ഥയും സോഷ്യൽ സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധേയനായത്. അംബേദ്കറേറ്റ് വീക്ഷണത്തിലുള്ള ജാതിവിരുദ്ധ പോരാട്ടങ്ങളോട് അചഞ്ചലമായ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരുന്നു ഹാനി ബാബു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ OBC സംവരണം പ്രാബല്യത്തിൽ വരുത്തുന്നതിലും SC/ST വിവേചനം അവസാനിപ്പിക്കുന്നതിനും നിരന്തരം പോരാടിയവരിൽ ഒരാളുമാണ് ഹാനി ബാബു. വിദ്യാഭ്യാസ മേഖലയിലെ സംവരണ വിഷയങ്ങൾക്കപ്പുറം ആ മേഖലയിൽ അടിക്കടിയുള്ള വിദ്യാർത്ഥി വിരുദ്ധ മാറ്റങ്ങൾക്കെതിരെ അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നു. ഡൽഹി സർവകലാശാല കൊണ്ടുവന്ന 4 വർഷത്തെ ബിരുദ പ്രോഗ്രാം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതുപോലും ഹാനിയുടെയും സംഘത്തിന്റെയും ശക്തമായ എതിർപ്പിനെ തുടർന്നായിരുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ കേന്ദ്രീകരണത്തെ എതിർക്കുകയും അതിന്റെ ഫെഡറൽ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഹാനി ബാബു നിലകൊണ്ടിരുന്നു. കള്ളക്കേസിൽ കുടുക്കി ഭരണകൂടം ജയിലിൽ അടയ്ക്കുകയും പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്ത 90% അംഗവൈകല്യമുള്ള പരേതനായ GN സായിബാബയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഹാനി ബാബുവിന്റെ സഹപാഠിയും സഹപ്രവർത്തകനുമായിരുന്നു സായിബാബ. അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഫോർ ഡിഫൻസ് ആൻഡ് റിലീസ് ഓഫ് സായിബാബയിൽ ഹാനി സജീവ പ്രവർത്തകനുമായിരുന്നു. ഇനി നോക്കാം അദ്ദേഹം 5 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്ന ഭീമ കൊറേഗാവ് കേസ് എന്താണെന്ന്. എന്താണ് ഭീമ കൊറേഗാവ് കേസ്? മഹാരാഷ്ട്രയിലെ ദളിതർ ബ്രിട്ടീഷ് സേനയ്ക്കൊപ്പം ചേർന്ന് പേർഷ്യ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതിന്റെ വാർഷികം പൂനെയിലെ ഭീമ കൊറേഗാവിൽ എല്ലാ കൊല്ലവും നടക്കാറുണ്ട്. ആ ദളിത് പോരാട്ടത്തിന്റെ 200ാം വാർഷികമായിരുന്നു 2018 ജനുവരി 1 നടന്നത്. ഇതിനിടയിലുണ്ടായ സംഘർഷമാണ് ഇപ്പോഴത്തെ ഭീമ കൊറേഗാവ് കേസിന് ആധാരം. പതിവിന് വിപരീതമായി അക്കൊല്ലം മറ്റൊരു കാര്യം കൂടി ജനുവരി 1 തലേന്ന് നടന്നിരുന്നു. 2017 ഡിസംബർ 31 സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചേർന്ന് ഭീമ കൊറേഗാവിന് അടുത്തുള്ള ശനിർവാഡയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഭീമ കൊറേഗാവിന്റെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് എൽഗാർ പരിഷത്ത് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച വലിയൊരു സാംസ്കാരിക പരിപാടിയായിരുന്നു അത്. മുഖ്യമായും ദളിത് ജീവിതത്തിലെ പ്രശ്നങ്ങളും അതിന്റെ ഭാവിയുമാണ് ആ സദസ്സ് ചർച്ച ചെയ്തിരുന്നത്. പിറ്റേന്ന് ജനുവരി 1 എല്ലാ വർഷത്തെയും പോലെ ദളിത് ജനവിഭാഗം ഭീമ കൊറേഗാവിൽ ഒരുമിച്ച് കൂടി. മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ 10,000 അണിനിരന്ന ആ സമ്മേളന നഗരി സംഘപരിവാർ കൂട്ടത്തെ അക്ഷരാർത്ഥത്തിൽ വിറളി പിടിപ്പിച്ചു. അവിടേക്ക് കൂട്ടമായി എത്തിയ തീവ്ര ഹിന്ദുത്വ അക്രമിക്കൂട്ടം ആദ്യം ഭീമ കൊറേഗാവിലെത്തിയ ദളിതർക്കു നേരെ കല്ലുകൾ എറിഞ്ഞു. പിന്നീട് അതിഭീകരമായി അവർ ആ സമ്മേളനത്തിനെത്തിയവരെ മർദ്ദിച്ചു. മർദ്ദനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. പിറ്റേന്ന് കലാപത്തിന് ഉത്തരവാദികളായ RSS പ്രവർത്തകരായ സംഭാജി ബിഡെ, അയാളുടെ സഹായിയായ മിലിൻഡ് പുത്തെ എന്നിവർക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഇവർക്കെതിരെ കാര്യമായ ഒരു നിയമ നടപടിയും ഉണ്ടായില്ല. എന്നാൽ ആ പരിപാടിക്കെത്തിയ ആക്ടിവിസ്റ്റുകളെ പിന്നീട് ഭരണകൂടം അതിതീവ്രമായി വേട്ടയാടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. 16 പേരെയാണ് ഈ കേസിന്റെ പേരിൽ ഭരണകൂടം ജയിലിൽ അടച്ചത്. അതിൽ 12ാമനാണ് ഹാനി ബാബു. വരവര റാവു, സുധാ ഭരദ്വാജ്, ആനന്ദ് തുംദെ, റോണ വിൽസൺ തുടങ്ങിയ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകരും ഇതിൽപ്പെടുന്നു. ഇവരുടെ കമ്പ്യൂട്ടറുകളിൽ മാൽവെയറുകൾ ഉപയോഗിച്ച് കൃത്രിമ തെളിവുകൾ നിർമ്മിക്കാൻ ശ്രമിച്ച മോദി സർക്കാരിനെ നെറികെട്ട രീതിയും നാം കണ്ടതാണ്. ഭരണകൂടം എന്തിനാണ് ഈ 16 പേരെ ഭയക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഭീമ കൊറേഗാവ് കേസിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ കുറ്റപത്രത്തിൽ പറയുന്നത് ദളിതരും ഇടതുപക്ഷവും ഒരുമിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇതിൽ പരം ഭയപ്പെടാൻ മറ്റൊരു കാര്യം വേണമോ?